ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും അവസാനമായിട്ട് ഒരുക്കങ്ങൾ വിലയിരുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം മന്ത്രി വി.എൻ. വാസവൻ കൂടെ ചേരുകയാണ്. മിനിസ്റ്റർ, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണല്ലേ? ആഗോള അയ്യപ്പ സംഗമം വളരെ ഭംഗിയായി വിജയകരമായി ഫലപ്രദമായി നടക്കത്തക്ക രൂപത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായിട്ടാണ് ഇന്ന് ഞങ്ങൾ അവലോകന യോഗത്തിൽ പൊതുവിൽ പരിശോധിച്ചപ്പം കണ്ടെത്താൻ കഴിഞ്ഞത്. ഇപ്പോൾ വലിയ ജർമ്മൻ പന്തൽ 3500 പേർക്ക് ഇരിക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഏൽപ്പിക്കുന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. ഭക്ഷണം കഴിക്കുന്ന പന്തൽ നോക്കി അത് ഫിറ്റായിരിക്കുന്നു. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ, അതോടെ പാർക്കിംഗ് സൗകര്യങ്ങൾ, ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം, ഇതെല്ലാം പൊതുവിൽ പരിശോധിച്ചപ്പോൾ നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ തന്നെ ഇതിനെല്ലാം ക്രമീകരണങ്ങൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇതിനെപ്പറ്റി നമ്മൾ ആദ്യഘട്ടം മുതൽ ചർച്ച ചെയ്യുന്നതാണ്. കൈരളിയായിട്ട് അങ്ങ് ഇപ്പോൾ കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഈ ഒരു അവസാന ഘട്ടത്തിലെത്തുമ്പോൾ വലിയൊരു സ്വീകാര്യതയല്ലേ എല്ലായിടത്തു നിന്നും ആളുകളിൽ നിന്ന് ഈ സംഗമത്തിന് ലഭിക്കുന്നത്? നിശ്ചയമായും ശബരിമലയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും എല്ലാ അർത്ഥത്തിലും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ഭക്തിപൂർവ്വം വന്നു പോകുന്നവർക്കെല്ലാം വലിയ താല്പര്യവും ഇത് ഒരാഗോള തീർത്ഥാടന കേന്ദ്രമായി മാറണമെന്നുള്ള ആശയത്തോട് പൂർണ്ണമായി യോജിച്ചും ജനങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നു. ഇതാണ് പൊതുവിൽ കാണാൻ കഴിയും. ഒരു വിശ്വ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. നിശ്ചയമായും തത്വമസി എന്ന് തന്നെ നമുക്കറിയാം, ഒരു വിശ്വമാനവയുടെ സന്ദേശമാണ്. അതാണ് ശബരിമലയുടെ സന്ദേശം. ആ സന്ദേശം ലോകത്തെമ്പാടും പ്രചരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്കിതിൽ ഏറ്റവും വലിയ രൂപത്തിൽ ഏറ്റെടുക്കാവുന്ന ദൗത്യം. അതോടുകൂടി ആഗോള തീർത്ഥാടന കേന്ദ്രമായി ഇത് മാറുന്നു. അതിനുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കുക, ഇതെല്ലാം ഈ സംഗമത്തിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകും. വളരെ നന്ദി. പ്രധാനമായി വിശ്വ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള എല്ലാ നടപടികളും അല്ലെങ്കിൽ അതിനുള്ള ചർച്ചകൾ തന്നെയായിരിക്കും നടക്കുക. ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുചുറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.